ഏതാണ്ട് 1 ഡസനോളം ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ കഴിഞ്ഞ 1 മാസം കൊണ്ട് തീർത്തിരുന്നു. പല ആക്രമണങ്ങളിലൂടെ ഓരോരുത്തരുടെയും ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരുടെയും താവളങ്ങൾ കണ്ടെത്തി ഓരോരുത്തരെയായി തീർത്തു വരികയാണ്. അങ്ങനെ 1 ഡസനിലേറെ തീവ്രവാദി നേതാക്കളെ തീർത്തതിനു ശേഷം ഹിസ്ബുള്ള തലവനെ തീർക്കാനുള്ള പദ്ധതിക്ക് ആസൂത്രണം ചെയ്തപ്പോൾ ബോണസ് പോലെ ചുറ്റിനും ഉണ്ടായിരുന്ന 20ഓളം ഹിസ്ബുള്ള നേതാക്കളെയും തീർത്തു. വാസ്തവത്തിൽ നസ്രുള്ളയുടെ പിന്തുടർച്ചക്കാരനാവേണ്ടിയിരുന്ന അലി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ പുതിയൊരു പിന്തുടർച്ചക്കാരനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയാൾക്ക് ചുമതലയേൽക്കാൻ കഴിയുമോ, അയാൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുമോ, അയാൾക്ക് ടെലിവിഷനിലൂടെ അഡ്രസ് ചെയ്യാൻ കഴിയുമോ എന്നതൊക്കെ ഒരു കടങ്കഥയാണ്. വാസ്തവത്തിൽ ഹിസ്ബുള്ളയുടെ ഭരണ സംവിധാനം മുഴുവൻ ടെലിവിഷൻ അഡ്രസ്സിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇസ്രായേൽ കൃത്യമായി ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ കടന്നു കയറി ഓരോ നേതാക്കളെയും സ്കെച്ച് ചെയ്താണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒറ്റ ബോംബിൽ നസ്രുള്ള അടക്കം 20 പേരെയാണ് തീർത്തത്. അത് വലിയ ബങ്കർ ബസ്റ്റർ ആയിരുന്നു. ഭൂമിക്കടിയിൽ 50ഓളം മീറ്റർ താഴെ സുരക്ഷിതമെന്ന് കരുതി ഒരുമിച്ച് യോഗം വിളിച്ച് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ആ യോഗത്തിൽ പങ്കെടുത്ത 20 പേരെയും തീർത്ത് കളഞ്ഞത്.